ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതും പോലീസ് പരിഗണിക്കുന്നുണ്ട്. അതേസമയം പോലീസ് പിടിച്ചെടുത്ത ബോബിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കും. സിനിമാ പ്രമോഷനായി ബലിയാടാക്കിയെന്ന ബോബിയുടെ വാദം വിശ്വസിക്കുന്നില്ലെന്ന് ACP ജയകുമാർ പറയുന്നു. കോടതിയുടെയും APPയുടെയും കൂടെ നിർദ്ദേശപ്രകാരമാണ് കോടതി ആവശ്യപ്പെടുന്നത്. ഓപ്പൺ കോർട്ടിലാണ് ഹാജരാക്കുള്ളൂ. കോടതി പറയുന്ന ടൈമിൽ ഹാജരാക്കും. സഹിൻ ആന്റണി ഉണ്ട് കൊച്ചിയിൽ വിശദാംശങ്ങളുമായി. സഹിൻ, നമ്മൾ രാവിലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്നുള്ള നടപടിയായിരുന്നു. പോലീസിന്റെ കേസെടുക്കുന്നു, തൊട്ടു പിന്നാലെ തന്നെ ബോബി അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ എപ്പോഴാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുക? അതോടൊപ്പം തന്നെ ഈ തെളിവ് ശേഖരണം അടക്കം കൃത്യമായ രീതിയിൽ പോലീസിന് സാധ്യമായിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ ഒരു ബലം, അതിൻ്റെയൊക്കെ ഒരു പിൻബലം പോലീസിന് ഇതിലുണ്ടോ? അതിന് 11നും 12നും മധ്യേ ബോബി ചെമ്മണ്ണൂരിനെ നമ്മളിപ്പോഴുള്ള എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നേരത്തെ പോലീസ് പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പോഴും അതിൽ തന്നെയാണ് നിൽക്കുന്നത്. 12 മണിക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറക്കുമെന്നുള്ള അറിയിപ്പാണ് പോലീസ് നൽകുന്നത്. നേരത്തെ അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ തെളിവുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹണി റോസിനെതിരെ നൽകിയ പരാമർശത്തിൽ ഹണി റോസ് തന്നെ ചില ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല അതിനുശേഷവും അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. കൂടാതെ ചില യൂട്യൂബ് ചാനലുകളുടെ ക്യാമറമാന്മാരെയും റിപ്പോർട്ടർമാരെയും എല്ലാം സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താനും പോലീസ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 3 വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളത്. അതിൽ തന്നെ 3ഉം ജാമ്യമില്ലാ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മറ്റൊന്ന് പോലീസ് പറയുന്നത് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ, അദ്ദേഹം നൽകിയ മൊഴികൾ, ഇതൊന്നും പോലീസ് വിശ്വസിച്ചിട്ടില്ല. കാരണം ഹണി റോസിൻ്റെ പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രൊമോഷൻ്റെ ഭാഗമായി തന്നെ ബലിയാടാക്കി എന്നുള്ളതായിരുന്നു ബോബി ചെമ്മണ്ണൂർ മൊഴിയായി നൽകിയിരുന്നത്. എന്നാൽ ഈ മൊഴി വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കൂടാതെ കുന്തി ദേവി പരാമർശം നടത്തിയത് താൻ 4 മാസം മുൻപ് നടത്തിയ പരാമർശമാണ്. അതിപ്പോൾ വളച്ചൊടിക്കുന്നത് ചില ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം മൊഴിയായി നൽകിയിട്ടുണ്ട്. ഇതൊന്നും പോലീസ് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ സുഹൃത്തുക്കളും ഒപ്പം തന്നെ ബന്ധുക്കളും കൂടാതെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരുമടക്കം നിരവധി ആളുകൾ ഇവിടെ രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ രാവിലെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ കസ്റ്റഡി, സാധാരണ ഇത്തരത്തിലുള്ള കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ ഇങ്ങനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഒരു അപേക്ഷ സമർപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള കസ്റ്റഡി അപേക്ഷ നൽകില്ല എന്നുള്ളതാണ്. അത് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണം ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം ഈ പോലീസ് സ്റ്റേഷനിലെത്തുകയും SHOയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബോബി ചെമ്മണ്ണൂരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 12 മണിക്ക് മുൻപ് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ 1:30 അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 12 മണിക്ക് മുൻപ് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് ഏറെക്കുറെ ഉള്ളതും. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ ബോബി ചെമ്മണ്ണൂരിനെ നിന്നും പരമാവധി മൊഴിയും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ കൂടുതൽ സാക്ഷികളെ ഹാജരാക്കാനും പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിൻ്റെ മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ തന്നെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നതിന് വേണ്ടി ഫോറൻസിക് വിഭാഗത്തിന് കൈമാറുന്നതിന് മുന്നോടിയായി ആ മൊബൈൽ ഫോൺ കോടതിയിൽ ഹാജരാക്കാനും പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിര എന്തായാലും മാക്സിമം ഡിജിറ്റൽ തെളിവുകൾ അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അധികം വൈകാതെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.